ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഹേവേറോ ദിനങ്ങളിൽ ആണ്. ഹേവേറോ വ്യാഴാഴ്ചയാണ് ഇന്നത്തെ ദിവസം. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക. പരിശുദ്ധനായ പൗലോസ് ശ്രീ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ്. തിന്മയെ ജയിക്കുന്നതിന് വേണ്ടി നന്മ ചെയ്യുക എന്ന് പൗലോസ് ശ്രീ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമാണ് കുടികൊള്ളുന്നതെങ്കിൽ എല്ലാവരോടും നമുക്ക് നന്മ ചെയ്യുവാനേ കഴിയുകയുള്ളൂ. നമ്മുടെ നന്മയുടെ വെളിച്ചം നമ്മളോട് സമീപിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മനസ്സിൽ അന്ധകാരമാണ് കുടികൊള്ളുന്നതെങ്കിൽ അസൂയ, പക, വിദ്വേഷം, സ്പർദ്ധ എന്നിവയായിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്ത് വരിക. ഉദാഹരണത്തിന്, ഒരിടത്ത് അല്പം പോലും മാനുഷിക സ്നേഹമില്ലാത്ത ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അയാളുടെ വീട്ടിൽ ഒരു നായക്കുട്ടി വന്ന് കയറി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സ് ആ നായക്കുട്ടി ജയിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി തുള്ളിച്ചാടി ആ വീട്ടിലൂടെ നടക്കുന്നത് കണ്ട ആ ഗൃഹനാഥൻ അത് ഒരു ഇഷ്ടമാകാതെ അതിനോടുള്ള അസൂയ കൊണ്ട് അതിനെ ഒരു ദിവസം കയ്യിലെടുത്തുകൊണ്ട് ഒരു കാട്ടിൽ കൊണ്ട് കളയുവാനായിട്ട് തീരുമാനിച്ചു. എടുത്തുകൊണ്ട് നടന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ പട്ടിക്കുട്ടിയെ അവിടെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം തിരികെ നടന്ന് കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചിട്ട് ഒരു വഴിയിൽ സ്ഥലത്ത് ഇരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഞാൻ കാട്ടിനുള്ളിലേക്ക് പോയ വഴിയല്ല ഇപ്പോൾ തിരിച്ചു വരുന്നത്, എനിക്ക് വഴി തെറ്റിയെന്ന്. അപ്പോൾ ഇനി എന്തു ചെയ്യും? ആരോടും ചോദിക്കാനോടെ ആരുമില്ല. വന്യമൃഗങ്ങളുള്ള ഒരു കാടാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ എന്തോ കാലിൽ വന്ന് മുട്ടുന്നത് നോക്കിയപ്പോൾ ആ നായക്കുട്ടിയാണ് വന്ന് മുട്ടിവിരിഞ്ഞ് നിൽക്കുന്നത്. അതിനുശേഷം അയാളെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ നായക്കുട്ടി തട്ടിയും മുട്ടിയും ഉരുമിയും മുമ്പിലൂടെ നടന്ന് യഥാർത്ഥ വഴിയിൽ എത്തിച്ച് അദ്ദേഹത്തിനെ കാടിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. ഇത് കണ്ട നായ്ക്കുട്ടി ഒന്നുകൂടെ ചെന്ന് തട്ടി ഉരുമിയതിനു ശേഷം തിരിച്ച് ഓടി ഉള്ളിലേക്ക് പോയി. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മൃഗങ്ങൾക്ക് പോലും ദയയും കരുണയും നന്മയുമുണ്ട് എന്നതിൻ്റെ ഒരു പാഠമാണ് ഇവിടെ ആ നായക്കുട്ടി നമുക്ക് തരുന്നത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് മൃഗീയമാണ് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് നല്ല ഒരു ക്രിസ്ത്യാനിയുടെ തിരിച്ചറിവാണ്. വേറൊരു ഉദാഹരണം കൂടി പറയാം. രണ്ട് മെഴുകുതിരി തമ്മിൽ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നു. ചെറിയ മെഴുകുതിരി വലുതിനോട്, എന്തിനാണ് മനുഷ്യർ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? തീ കത്തിച്ചും പൊള്ളലേൽപ്പിച്ചും നമ്മുടെ ശരീരം തന്നെ ഉരുകി തീരുകയല്ലേ? എനിക്ക് പേടിയാണ്, ആരും കാണാതെ ഞാൻ ഒളിച്ച് ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടിയായി വലിയ മെഴുകുതിരി പറയുന്നത്, അതെ, മനുഷ്യൻ നമ്മിലേക്ക് തീ പകരും. നാം അവർക്ക് പ്രകാശം കാട്ടിക്കൊടുക്കുവാനുള്ള നിയോഗമാണ് നമ്മുടേത്. നമ്മുടെ ഡ്യൂട്ടി അതുതന്നെയാണ്. ഇതുപോലെ നന്മ ചെയ്യുന്നതിനുള്ള പ്രചോദനമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും ക്രൈസ്തവ ധർമ്മം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും. ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസ് ശമാശൻ തന്നെ കല്ലെറിയുന്നവരോട് ഒന്നും തന്നെ പറയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 60-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയെ നന്മയാൽ ചെറുക്കുന്ന ഒരു സ്നേഹ ലോകം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു.
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.